Hi my dear students, welcome back to MTM Campus Education channel. This is Faushiba again with another topic in income tax, that is a topic from the very basics about income tax, that is history of income tax in India. In India, income tax was firstly introduced by Sir James Wilson. The main reason for introducing income tax in India by him was to meet the losses suffered by the British government at that time. Okay. 1857 പിന്നെ 1857 ബ്രിട്ടീഷ് ഗവൺമെൻറ് മീറ്റ് ചെയ്തിരുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ശമനം എന്ന നിലയിൽ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ, ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല തോതിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ടാക്സ്, ഒരു ചുങ്കമൊക്കെ അവർ ഈടാക്കിയുണ്ടായി. അത് സർ ജെയിംസ് വിൽസന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെയായിരുന്നു 1860 ഈ ഒരു ടേം ഇൻകം ടാക്സ് എന്ന ഒരു, അതായത് ഇന്ത്യക്കകത്ത് നിന്നും ഇന്ത്യക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകത്തിൻ്റെ മേലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഒരു തരം ബൂർഷോ അല്ലേ, അന്ന് നമ്മൾ അടിമത്തത്തിലായിരുന്നല്ലോ, ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു കരം, ഒരു ഫീ, ഒരു ചുങ്കമൊക്കെ അവർ പിടിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഇന്ത്യക്കകത്ത് ആ ഒരു ഇൻകം ടാക്സ് എന്ന ടേം ഫസ്റ്റ് ഉപയോഗിച്ചത്. ഓക്കെ. പിന്നീട് 1886 ഒരു ഇൻകം ടാക്സ് 1886 ഒരു ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തു. അത് ഇൻകം ടാക്സ് ആക്ട് എന്നുണ്ട്, ഒരു ആക്റ്റായി അല്ലേ. ആദ്യം ഒരു സജഷനായിരുന്നു 60 കാലഘട്ടങ്ങളിൽ, പിന്നീട് അവർ പാലിച്ചിരുന്നു. പിന്നെ അതൊരു നിർബന്ധമാവുന്നതാണ്, ആക്ട് ആവുകയും അത് റൂൾ ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ 1886 അതൊരു ആക്റ്റായി. ആ ആക്ട് 1917 വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. പിന്നീട് 1918 പുതിയൊരു ആക്ട് നിലവിലുണ്ടായിരുന്ന, ഈ 1917 വരെ ഉണ്ടായിരുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ 1886. ആ ആക്ടിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു ന്യൂ ആക്ട് കൊണ്ടുവരികയും അത് 1922 വീണ്ടും ആ ആക്ടിനെ എന്ത് ചെയ്തു, വീണ്ടും റീപ്ലേസ് ചെയ്തു, മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. പുതിയ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? പുതിയ പ്രൊവിഷൻസും പുതിയ കണ്ടീഷൻസും റൂൾസൊക്കെ ഓരോ സമയവും സമയാസമയങ്ങളിൽ ആഡ് ചെയ്യുകയും അത് പിന്നീട് ചിലതൊക്കെ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതൊന്നും വലിയൊരു സംഭവമല്ല, പക്ഷെ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചില സമയങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. പിന്നെ 1922 വീണ്ടും ഒരു ഇൻകം ടാക്സ് ആക്ട് വരികയും അത് 1961 വരെ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. 1961 എന്ന് പറയുന്നത് ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ദെൻ ഇന്ത്യയിലെ കണ്ടീഷൻസിന്, ഇന്ത്യയുടെ കണ്ടീഷൻസിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയതുണ്ടെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പുതിയ ഇൻകം ടാക്സ് ആക്ട് നോക്കുക 1961 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് ആയി, പിന്നെ നമ്മളുടെ സ്വന്തം ഭരണമായി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, GOI എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ ഇന്ത്യൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ആവശ്യം, ആ സമയത്ത് നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെരി ഡിപ്രീവ്ഡ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്നും നമ്മൾ ഇനി നമ്മളുടെ സ്വന്തമായ ഒരു നിലക്ക് വികസനം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇന്നലെ പറയുണ്ടായി, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റാനാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഇൻകം ടാക്സ് ആക്റ്റിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരികയും 1956 ഒരു ലോ കമ്മീഷൻ
എന്ന് പറയുന്ന ഇൻകം ടാക്സ് ലോ കമ്മീഷൻ രൂപീകരിച്ചു 1956 കേട്ടോ, 1956. ഓക്കെ, അത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദെൻ അവർ 1958 ആ കമ്മീഷൻ, എന്തിനാണ് ഈ കമ്മീഷൻ വെക്കുന്നത്? ഓരോന്നിൻ്റെയും സ്ഥിതിഗതികളെക്കുറിച്ച് പഠിച്ച് പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. അതിൻ്റെ ബേസിസിലാണ് പുതിയ നിയമങ്ങളും പുതിയ എന്താ പറയുക ഭരണപരിഷ്കാരം എല്ലാം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അവർ 1958 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു 1958. ആദ്യം ഒരു ലോ കമ്മീഷൻ, 1956 അവരവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1958. പിന്നീട് 1958 തന്നെ ഒരു ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി, ബുക്കിൽ കുറേ ഉണ്ട്, നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അവർ വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവരവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1959 ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ 1961 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണെന്ന് പറഞ്ഞു ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇൻകം ടാക്സ് ആക്ട് എന്ന ഒരു ആക്ട് 1961 സ്വതന്ത്ര ഇന്ത്യയിൽ എന്ത് ചെയ്തു, ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് സെപ്റ്റംബറിൽ. ഓക്കെ, ഈ ആക്ട് സെപ്റ്റംബറിൽ എന്ത് ചെയ്തു, അത് കൊണ്ടുവന്നു. 1962 1 ഏപ്രിൽ മുതലാണ് ഇന്ത്യക്കകത്ത് അത് പ്രാബല്യത്തിൽ വന്നത്. ഈ ഒരു നിയമമാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോഴും അതേ നിയമം തന്നെയാണ് നമ്മൾ പാലിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് അത് തന്നെയാണ്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ ഫിനാൻഷ്യൽ ബഡ്ജറ്റിലും ചില മാറ്റങ്ങൾ വരുത്തുകയും അതിനനുസരിച്ച് ഓരോ വർഷവും, കാരണം ഓരോ വർഷമാണ് ഇതിൻ്റെ ആക്റ്റുകൾക്കൊക്കെ എന്തുള്ളത്, ആപ്ലിക്കബിലിറ്റി ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1860 1860 1961 പ്രധാനപ്പെട്ട ഡേറ്റാണ്. അതിനിടയിൽ 1922 ഒരു ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ഇന്നത്തെ ആക്ടിൻ്റെ 1961 ആക്ടിൻ്റെ ഏകദേശ രൂപത്തിൽ 1922 ഉണ്ടായിരുന്നു. 1956 ലോ കമ്മീഷൻ വരികയും രണ്ടാമത്തെ കമ്മീഷൻ വന്നത് 1958 ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി. അവരാണ് 1961 സെപ്റ്റംബറിൽ ഇൻകം ടാക്സ് ആക്ട് അവരുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് പാസ് ചെയ്തത്, ഇംപ്ലിമെൻ്റ് ചെയ്തത് 1 ഏപ്രിൽ 1962. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടണം. ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് ആക്ട് 1961 കം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ഏപ്രിൽ 1962. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 2 കാര്യങ്ങൾ കൂടി ഇവിടെ പറയാം. ഇൻകം ടാക്സ് ആക്ട് 1961, ഇൻകം ടാക്സ് റൂൾസ് അത് കം ഇൻ ടു ഫോഴ്സ്, കണ്ട നിലവിൽ വരുമ്പോഴതാണ് റൂളായിട്ടും നിയമങ്ങളായിട്ടും മാറുന്നത് 1962. ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രൊവിഷൻസും കണ്ടീഷൻസും ഫിനാൻസ് ആക്ടിലാണ് വരിക. അത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സർക്കുലറുകളിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അതിനെ ബേസ് അതിൻ്റെ പിന്നെ ഇൻകം ടാക്സ് ലോയും ആക്റ്റും പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ ക്രിമിനൽ നടപടികൾ വരെ എടുക്കുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇൻകം ടാക്സ് ലോ എന്നുള്ളത്. അതിൻ്റെ പെനാൽറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻകം ടാക്സ് നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശിക്ഷകളും നടപടികളും ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളിൽ ഒന്നാണ് ഇൻകം ടാക്സ്. അടുത്തത് ഇത് ആനുവലി ആണ് ഈ ടാക്സ് എന്ത് ചെയ്യണത്, ഇറ്റ് ഈസ് ആൻ ആനുവൽ ടാക്സ്.
ആനുവലി ആണ് നമ്മൾ ടാക്സ് എന്ത് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഗവൺമെൻറ് അത് പെർ മന്ത്ലിയോ ക്വാർട്ടേർലിയോ ഹാഫ് ഇയർലിയോ അതിന് അഡ്വാൻസ് പേയ്മെൻറ്റുകളും മറ്റും നടത്താനുള്ള പ്രൊവിഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് പഠിക്കാം. ആൻഡ് ഇത് കളക്ട് ചെയ്യണത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ സ്റ്റേറ്റിനും ലോക്കൽ അതോറിറ്റിക്കും അധികാരങ്ങളും ഉണ്ട്. ആൻഡ് ഇൻകം ടാക്സിന് പ്രധാനമായിട്ടും 5 ഹെഡുകളാണുള്ളത്. ഇന്നലെ പറഞ്ഞു സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ PGBP. അടുത്ത് ക്യാപിറ്റൽ ഗെയിൻ ആണ്, അതർ സോഴ്സസ് ആണ്. ഓക്കെ. ദെൻ ദ ടാക്സ് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആനുവൽ ഫിനാൻസ് ആക്ട് ബഡ്ജറ്റുമായി റിലേറ്റ് ചെയ്ത ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് ആക്ട് പുറപ്പെടുവിക്കുമെന്ന് ഓരോ വർഷവും പുറപ്പെടുവിക്കുമ്പോഴും ടാക്സുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസും റൂൾസും പ്രൊവിഷൻസും പറയും. അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യുക, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. ഇല്ലീഗൽ റെക്കോർഡിക്കൽ അല്ല, പക്ഷേ ലീഗലി ഓർ ഇല്ലീഗലി കിട്ടിയ ടാക്സ് അത് റെക്കോർഡിക്കൽ ആണെങ്കിൽ അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ എന്തോ ആയിക്കോട്ടെ നമ്മൾ ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ പലരും പല രീതിയിലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികളൊക്കെ നടത്തുമ്പോഴാണ് ഈ ഇല്ലീഗൽ ആയിട്ട് കിട്ടുന്ന ഇൻകം പലപ്പോഴും എന്ത് ചെയ്യാത്ത ടാക്സ് ലയബിലിറ്റി കാണിക്കുമ്പോൾ പലരും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇല്ലീഗലായിട്ട് 1 രൂപ പോലും സമ്പാദിച്ചാൽ അത് ശിക്ഷാർഹവുമാണ്. എനിവേ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ബേസിക്കായിട്ട് നാളെ മുതൽ നമ്മൾ എന്ത് തുടങ്ങും, നമ്മളുടെ പ്രധാനപ്പെട്ട ബേസിക് ടേംസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മുതൽ തുടങ്ങും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു.